എന്തോ ഞാനൊന്ന് എണീറ്റ് നിന്ന് ബഹുമാനിക്കട്ടെ. എന്തിനത്? വേണ്ട ഛെ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊന്നും ചെയ്തില്ല ചേച്ചി. അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഗിന്നസിലൊക്കെ പേര് വന്ന് അങ്ങനെ ആവുമ്പോ I should respect അത് them. ഞാൻ അത് കളിയാക്കിയതല്ല. മറക്കാൻ ശ്രമിക്കുകയാണ്, അത് അതല്ല, ഓർമ്മിപ്പിക്കല്ലേ. ഇവിടെ ഓരോരുത്തരും ഓരോ ഗിന്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ അതൊക്കെ പല ശരിയാണ്. ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന്റെ ഇനീഷ്യേറ്റീവും എല്ലാം നല്ലതായിരുന്നു. പക്ഷെ പക്ഷെ അത് വേറെ രീതിയിലോട്ടൊക്കെ പോയി എന്നുള്ളതാണ്. ക്ലൈമാക്സ് ഭയങ്കര ട്രാജഡി ആയി പോയി. അതാണ് പറ്റിയത്. ആ ഒരു മാഡം വീണതോടുകൂടി നമ്മള് ഉദ്ദേശിച്ചതൊന്നും അല്ല. പിന്നെ അത് ഭയങ്കര ഒരു കോൺസ്പിറസി ആയിരുന്നു, അങ്ങനെയാണ് ഇതൊരു സ്കാം ആണെന്ന്. പക്ഷെ ടച്ച്വുഡ് ഇതുവരെ നമ്മള് സേഫ് ആണ്. ചേച്ചി ഫ്രാങ്ക്ലി എന്റെ അടുത്ത് ചോദിച്ചാണ്, ആസ് എ ടീച്ചർ, ആസ് എ ഡാൻസർ, ഞാൻ അതിലൊരു 110% ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു ഇവന്റിൽ. കാരണം എന്താ പറയണേ, ഒരു 5 വയസ്സ് മുതൽ 55 വയസ്സ് 60 വയസ്സുള്ളവർ വരെ ഒരേപോലെ ഒരേ മ്യൂസിക്കിൽ ഒന്നിച്ച് ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞ ആ ഒരു മൊമെന്റ് സത്യം ഗിന്നസ് ഒരു 10 ഗിന്നസ് കിട്ടുന്നതിന്റെ സന്തോഷമായിരുന്നു ആ ഒരു മൊമെന്റില്. ഞാൻ എന്റെ പേഴ്സണലി ആസ് എ പേഴ്സൺ ഞാൻ ഫീൽ ചെയ്തത്. എന്റെ സ്റ്റുഡൻസും, എന്റെ ഒരു 10-20 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അവരുടെ പേരൻസും ഒക്കെ ലിറ്ററലി എന്റെ അടുത്ത് വന്ന് കരയുമായിരുന്നു. അയ്യോ ടീച്ചറെ, ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റിയത് തന്നെ വലിയ ഇത്. പക്ഷെ ഇത് പുറത്തുള്ളവര് ഇത് പക്ഷെ എന്തൊക്കെയോ ആക്കിപ്പോയി. അത് കഥകളാക്കി. പക്ഷെ അതിന്റെ ഒരു ശ്രമവും എന്നാ ഈ പറയുന്നവരോട്ട് അത്ര ശ്രമിക്കുന്നുണ്ടോ? ഞാൻ പറയായിരുന്നു, നിസ്സാരം നമ്മളൊരു കോമ്പറ്റീഷൻ ഒരു കുട്ടിയെ തയ്യാറാക്കി എടുക്കാൻ പെടുന്ന പാട് നമുക്കറിയാം. സത്യം. അപ്പോഴാണ് ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്ത് ഒരു ഇവന്റ് നടത്തുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. സത്യം. അത് ഒന്നും വേണ്ട, ഒരു ക്ലാസ്സിലെ 10 സ്റ്റുഡന്റ് വെച്ചോ, ഡാൻസും വേണ്ട, ഒന്നും മിണ്ടാതിരിക്കണമെന്ന് പറയാൻ തന്നെ ഒരു ടീച്ചർ പ്രയത്നിക്കുന്ന ചില്ലറയൊന്നും അല്ല. പല സമയത്തും പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴത്തേക്ക് പല സമയത്തും നമ്മള് പേഷ്യൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ, പഠിച്ചത് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയ പിന്നെ അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇല്ലാത്ത. എങ്ങനെയുണ്ട് ഭാര്യയുടെ പേഷ്യൻസിനെ കുറിച്ച് പറയാൻ? അതുകൊണ്ട് ഉണ്ടരുത്, ഞങ്ങൾ അവിടെ നിന്ന് അറിഞ്ഞോളാം. അല്ല, അത് അങ്ങനെ ഇപ്പം ദേവി ഇപ്പൊ പറഞ്ഞതുപോലെ അതൊരു പുതിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ക്ഷമയുള്ള ഭാര്യ തന്നെയായിരുന്നു. ബേസിക്കലി മനസ്സിലാക്കിയിരിക്കുന്ന ഒത്തിരി ഒരു ഇൻട്രോവേർട്ട് ആയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ റീല് കണ്ടാൽ ഞങ്ങളുടെ അതിന്റെ ഇംപ്രഷൻ മൊത്തം മാറ്റി കളഞ്ഞു. ചേച്ചി, അത് നമ്മൾ പറയില്ലേ ഈ ലൈഫ് ആഫ്റ്റർ ക്രൈസ്റ്റ് ബിഫോർ ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ, അതെ 19 വർഷത്തിന് മുമ്പും ശേഷവുമുള്ള അയാളെ ചോദിച്ചു നോക്കുക, ബിഫോർ ആൻഡ് ആഫ്റ്റർ. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഭയങ്കര നല്ല പെർഫോമൻസ്. കയ്യും കാലും അത് ശരിക്കും ഞാൻ പറയും, ഒരു റീലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പം ഇങ്ങനെ പറയും, എടോ നമുക്ക് ആ പാട്ട് ചെയ്യാം, തനിക്കൊന്നും പോകുന്ന പണിയൊന്നുമില്ല ചുമ്മാ അങ്ങനെയൊക്കെ പറയുവേ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കയ്യും പ്ലീസ് ഇടോ, എന്തിനാടോ വാടോ എന്നൊക്കെ പറഞ്ഞ ടെറസിന്റെ മുകളിൽ ഞങ്ങൾ 4 ദിവസം പ്രാക്ടീസ് പിന്നെ എന്റെ പിള്ളേരെ പഠിപ്പിക്കാൻ എന്തൊരു പാടാന്ന് പറയാം, അതിലും പാടാണ് ഇയാളെ ഒന്ന് പഠിപ്പിക്കാൻ. എന്നിട്ട് ഞങ്ങൾ പഠിച്ചു. അപ്പൊ ലാസ്റ്റ് വഴക്കാവും, താനൊരു ഡാൻസറാണ്, അപ്പൊ തനിക്കറിയാം ഓൾറെഡി ഈ സ്റ്റെപ്പ് ഇത് കഴിഞ്ഞ ഇതാണ്, താൻ പറയണം. ഞാൻ പറഞ്ഞു, അതെങ്ങനെ റീൽ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ പറയാൻ പറ്റുമോ? അയ്യോ തമാശയല്ല കേട്ടോ, ഈ റീലിന്റെ നമ്മുടെ ഈ മ്യൂസിക് ഇടാത്ത വർഷം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എടുത്തോ അല്ല, എന്നിട്ട് എന്താ അറിയോ, ഇപ്പൊ ചിലപ്പോ കമന്റ്സ് ഒക്കെ വരും, ചേച്ചി ഇത് ചേട്ടൻ തൂക്കി എന്നൊക്കെ പറയുമ്പോ ചേട്ടൻ കണ്ടോ. ഒരുപാട് കമന്റ്സ് ഞാനും അത് വായിച്ചു കേട്ടോ. എന്നിട്ടിരുന്ന് ഭയങ്കര പ്രഭുദേവയാണോ എന്നൊക്കെ ഞാൻ പറഞ്ഞു, പ്രഭുദേവയെ കാണാറുണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അല്ല, വേറൊരു കാര്യമുണ്ട്, ഞാൻ എല്ലാ ഡാൻസിലൊന്നും കൈവയ്ക്കൂല. എനിക്ക് പറ്റുന്നതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാൻ കൈവയ്ക്കൂ. ശരിക്കും അഭിനയൊക്കെ ഇഷ്ടമായിരുന്നു. അതൊക്കെ ആർക്കാ ചേച്ചി ഇഷ്ടമല്ലാത്തത്? അല്ല, എന്നാലും അതല്ല, ഞങ്ങൾ ഇതുവരെ ലൈവായിട്ടൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. ഞാന് ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നു, ചെറിയൊരു വേഷം ചെയ്തു. ഏതില്? ഗാനഗന്ധർവൻ, രമേഷ് പിഷാരടി സംവിധാനം ചെയ്ത സിനിമയില്. അതിന്റെ അകത്ത് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്, അതായത് ആ മൂവിയുടെ തുടക്കം മുതൽ രമേശുമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയം, ഞങ്ങൾ ഒരേ ട്രൂപ്പിൽ വർക്ക് ചെയ്തുള്ള പരിചയമാണ്. അപ്പൊ ഇത് ഗാനമേള അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജ് പെർഫോമേഴ്സിന്റെ സ്റ്റോറി ആയിരുന്നു ആ സിനിമ. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ അവിടെ ഇരുന്നപ്പം എന്നോട് ഇങ്ങനെ എഴുതിയിട്ട് ഒരു ദിവസം അപ്പം അഴകപ്പൻ സാറും എല്ലാരും ഇരിക്കുക. അപ്പൊ എന്നോട് ചോദിച്ചു, എനിക്ക് താടി എടുക്കാമോ? അപ്പൊ ഞാൻ പറഞ്ഞു, അതിനെന്താ താടി എടുക്കുന്നതിന് കുഴപ്പമില്ല, താടി എടുക്കാം. അല്ല, ചില ആൾക്കാർക്ക് ഈ താടിയൊക്കെ വളർത്തിയിട്ട് അതങ്ങ് കളയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അതിനകത്തൊരു വേഷമുണ്ട്. ഞാൻ പറഞ്ഞു, തല വരെ ഞാൻ വിട്ടുന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് എന്ന് വേണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ കുറെ നേരം പുറകെ നടന്നു 2 ദിവസം. എടാ, ഇതെന്താ സംഭവം? കാര്യം ഞാൻ അഭിനയിച്ചിട്ടില്ല, എനിക്ക് ആ ടെൻഷനും ഉണ്ട്, പേടിയാ.
ചെറിയ റോളാ, നീ അത്ര വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കണ്ട. ഞാൻ പറഞ്ഞു എന്നാലും ഞാനൊരു പുതിയതായിട്ട് എനിക്ക് അറിയാൻ മേത്തൊരു ഫീൽഡിലാണ്, അപ്പൊ ഒന്ന് പറ ഇതെന്താണ്. 3-ാമത്തെ ദിവസമാണ് ഇവൻ പറയുന്നത് മമ്മൂട്ടി നിന്റെ ആരാധകനാണ് ഈ സിനിമയിൽ, മമ്മൂക്ക വന്നിട്ട് നിന്റെ കൂടെ സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നതാണ് സീൻ. പറഞ്ഞെന്റെ ഭഗവാൻ, അത്ര പറഞ്ഞപ്പോ തന്നെ ഇവിടെ ഫുൾ ഗ്യാസ് ഔട്ട് കംപ്ലീറ്റ്. അതെ, ഫുൾ ഔട്ട്. ഇതാ ഞാൻ ചെയ്യാൻ പോലെ ആരെന്റെ കൂടെ അത് ആലോചിച്ചൊക്കെ നേരെ തിരിച്ച്. തിരിച്ചൊക്കെ നമ്മുടെ കാര്യം അത് വേറൊന്നുമല്ല, രമേശ് എന്റെ അടുത്ത് പറഞ്ഞത് ഇത് ശരിക്കും അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നില്ല, എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് ഒരു ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള ഒരു അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോയിൽ വിൻ ചെയ്ത ഒരു സിംഗറിനെ ഇഷ്ടപ്പെടുന്ന ഒരു സിംഗറാണ് മമ്മൂക്ക. അപ്പൊ എന്നോട് പറഞ്ഞ് നിനക്കത് ചെയ്യാൻ പറ്റും. കാര്യം ഈ ചില ആൾക്കാരോട് വന്ന് ചില കുട്ടികൾ അങ്ങോട്ട് ഒരു ഒന്നും കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഒന്ന് മാറും. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ ഉള്ളത്. അതായത് ആരെയും വില വെക്കാത്ത എന്തോ ഭയങ്കര സംഭവമായി എന്നുള്ള. നീ ഇതുപോലുള്ള ആർട്ടിസ്റ്റുകളെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഗാനമേളയ്ക്ക് പോകുമ്പോ തന്നെ നമ്മൾ അപ്പം എനിക്ക് വേറൊരു പുതിയ ഒരാൾ ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അറിയാമല്ലോ നമ്മുടെ കൂടെ തന്നെ വരുന്നവരുടെ സ്വഭാവ മാറ്റവും കാര്യങ്ങളൊക്കെ അത് കണ്ടങ്ങ് നിന്നാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒന്നും പേടിക്കണ്ട, അതൊക്കെ അങ്ങനെ കൂടെ അങ്ങ് നിന്ന് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം. സത്യം. ശരിക്കും പേടിയായില്ലേ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ? പക്ഷെ പേടി അതെന്താണ് ചേച്ചി, മണിയമ്പള രാജചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ മനോജേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുമായിട്ടൊക്കെ ഉള്ള വർഷങ്ങളായിട്ടുള്ള പരിചയം ഉള്ളത് കൊണ്ട് നമുക്ക് മാത്രമേ ഉള്ളൂ ഒരു പരിചയമില്ലായ്മ. അപ്പൊ രമേശ് കൊണ്ടൊന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തി. അപ്പം അറിയാം, അതാണ് ഏറ്റവും വലിയ അത്ഭുതമായി പോയത്. അപ്പൊ എന്നോട് ചോദിച്ചു ഡാൻസർ അല്ലേ എന്ന് ചോദിച്ചു മമ്മൂക്ക. അപ്പൊ ഞാൻ പറഞ്ഞു ഡാൻസർ അല്ല സിംഗറാ, എറുണ്ടല്ലോ അത് മതി. പക്ഷെ ഭയങ്കര കൂളായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്ന. പേടിയുണ്ടോ അഭിനയിക്കാൻ അത് കഴിഞ്ഞ പിന്നെ ശ്രമിച്ചിട്ടില്ല.